നമസ്കാരം. വോട്ട് പ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പാകിസ്ഥാൻ ഒരു ഭീകരവാദ രാജ്യമാണെന്ന് അമേരിക്കയുടെ റിപ്പോർട്ട്. അമേരിക്കയുടെ കോൺഗ്രഷണൽ റിപ്പോർട്ടിലാണ് ഇത്തരത്തിൽ പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാനിൽ 4 തരം ഭീകരവാദ സംഘങ്ങളാണുള്ളത്. അതിനെ ഈ രീതിയിൽ തിരിക്കാം. ഗ്ലോബൽ അഫ്ഗാനിസ്ഥാനെ ഫേസ് ചെയ്തുകൊണ്ടുള്ള, അതായത് അഫ്ഗാനിസ്ഥാനിൽ നേരെ ആക്രമണം നടത്തുവാൻ വേണ്ടി ഉണ്ടാക്കിയ ഭീകര സംഘടനകൾ, ഇന്ത്യയെ മൊത്തത്തിൽ ആക്രമിക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയ ഭീകര സംഘടനകൾ, കാശ്മീരിനെ ആക്രമിക്കുവാൻ വേണ്ടി മാത്രമുള്ള ഭീകരവാദ സംഘടനകൾ, ഇങ്ങനെ 4 തരത്തിൽ തിരിക്കാം പാകിസ്ഥാനിലെ ഭീകരവാദ സംഘടനകൾ എന്നാണ് അമേരിക്കയുടെ കോൺഗ്രഷണൽ റിപ്പോർട്ടിൽ പറയുന്നത്. ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വന്ന സമയവും ഏറെ നിർണായകമാണ്. ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന സംയുക്തമായ ആക്രമണത്തിൽ മധ്യസ്ഥ സ്ഥാനം അലങ്കരിക്കുവാൻ വന്നു നിൽക്കുകയാണ് ഈ ഭീകരവാദ രാജ്യം. അപ്പോഴാണ് അമേരിക്കയുടെ ഇത്തരത്തിലുള്ളൊരു റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നത്. അതായത് ഇറാനെതിരെയുള്ളതോ അല്ലെങ്കിൽ പാലസ്തീന് നേരെയുള്ളതോ ആയ ആക്രമണം അവസാനത്തേതല്ല. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ പാലസ്തീന് നേരെ, ഹമാസിന് നേരെ ആക്രമണം നടത്തുവാൻ വേണ്ടി പുറപ്പെട്ടപ്പോൾ ആദ്യമായി പറഞ്ഞ വാചകം ഇതാണ്: ഇത് ഞങ്ങൾ ഹമാസിനെതിരെ മാത്രം നടത്തുന്ന യുദ്ധമല്ല, ലോകത്തിലെ എല്ലാ ഭീകരവാദികൾക്കെതിരായും നടത്തുവാൻ ഉദ്ദേശിച്ചിട്ടുള്ള യുദ്ധമാണ് ഇത്. അതിൻ്റെ തുടക്കമാണ് ഹമാസിന് നേരെ നടത്തുന്നത്. ഇനി അടുത്ത ഏതാനും ആഴ്ചകൾക്ക് ശേഷം, ആ യുദ്ധത്തിന് ഏതാനും ആഴ്ചകൾക്ക് ശേഷം ഇറാന് നേരെ ഇസ്രായേലിൻ്റെ ഒരു ആക്രമണം നടന്നു. അങ്ങനെ ഇറാനിലുള്ള എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾ, അതായത് ഇറാൻ പല ഭീകരവാദ സംഘടനകൾക്കും ഫണ്ട് ചെയ്യുന്നുണ്ട്. അത് ഹിസ്ബുള്ള ആയാലും ഹമാസ് ആയാലും ഒക്കെയുള്ള ഭീകരവാദ സംഘടനകളുടെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നത് ഇറാനാണ്. അത് ഹൂത്തി ആയാലും ഒക്കെ വർഷങ്ങളോളം ആ മേഖലയിലേക്ക് പ്രവേശിക്കുന്ന കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുവാൻ വേണ്ടിയിട്ട് ഹൂത്തികൾക്ക് ഇറാൻ ആയുധം നൽകി സപ്പോർട്ട് ചെയ്തിരുന്നു. അത്തരത്തിൽ ഭീകരവാദികളെ വലിയ രീതിയിൽ കൈയച്ച് സഹായിക്കുന്ന ഒരു രാജ്യം തന്നെയായിരുന്നു ഇറാൻ. അത്തരത്തിൽ കൂടിയാണ്, അങ്ങനെ ഒരു സഹായം കൂടി ഭീകരവാദികൾക്ക് ചെയ്തു കൊടുക്കുന്നത് കൊണ്ടായിരുന്നു ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അതോടൊപ്പം തന്നെ ഇസ്രായേലിനെ 2047 കൂടി ഈ ഭൂമുഖത്തു നിന്ന് തന്നെ അപ്രത്യക്ഷമാക്കുവാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളും ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അത്തരമൊരു നീക്കത്തിൻ്റെയൊക്കെ കൂടി അടിസ്ഥാനത്തിൽ, അതിൻ്റെയൊക്കെ ആകെത്തുകയുടെ അടിസ്ഥാനത്തിലാണ് ഇറാന് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇപ്പോഴിതാ പുതിയ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു, പാകിസ്ഥാൻ ഒരു ഭീകരവാദ രാഷ്ട്രമാണെന്ന്. അത് അമേരിക്കയുടെ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഇസ്രായേലിൻ്റെ അടുത്ത ലക്ഷ്യം പാകിസ്ഥാൻ തന്നെയാണ്. പക്ഷേ ഈ യുദ്ധത്തിൽ അമേരിക്കയും ഇസ്രായേലും മാത്രമല്ല, ഇന്ത്യയും ഇതിനോട് പങ്കുചേരും എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ സ്ഥിതിയാണെങ്കിൽ വളരെയധികം കഷ്ടത്തിലാണ്. ഭീകരവാദികൾ 42% ആക്രമണം നടത്തുന്നത് ഇപ്പോൾ പാകിസ്ഥാനെതിരെ കൂടിയാണ്. എന്നാൽ പാകിസ്ഥാൻ ഈ ഭീകരവാദികളെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യക്ക് നേരെയുള്ള ആക്രമണം നടത്തുന്നു. ഇന്ത്യക്ക് നേരെയുള്ള ആക്രമണം ഇപ്പോഴും സജീവമായിട്ട് നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ അഫ്ഗാനിസ്ഥാന് നേരെയുള്ള ആക്രമണം നടത്തുന്നുണ്ട്. ഇന്ത്യക്ക് നേരെ കടൽ മാർഗേണയുള്ള ഒരു മുംബൈ മോഡൽ ആക്രമണത്തിന് പദ്ധതിയിട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ. അതായത് 5000-ഓളം പാകിസ്ഥാനികളെയാണ് പാകിസ്ഥാൻ ഇതിനു വേണ്ടി റിക്രൂട്ട് ചെയ്തതും ട്രെയിനിങ് കൊടുത്തു വരുന്നതും. അത്തരത്തിൽ മറ്റൊരു പദ്ധതി കൂടി ഇതിന് സമാന്തരമായി നടക്കുന്നു. ലഷ്കർ ഇ തോയ്ബയെ ഭാരതത്തിന് ഒരിക്കലും മറക്കുവാൻ കഴിയില്ല. കാരണം മുംബൈ ആക്രമണത്തിൻ്റെ ചുക്കാൻ പിടിച്ചത് ലഷ്കർ ഇ തോയ്ബയാണ്. മുംബൈ ആക്രമണം നടത്തിയത് ലഷ്കർ ഇ തോയ്ബയാണ്. ഇനി അതോടൊപ്പം തന്നെ 2001 നടത്തിയ പാർലമെൻറ്റ് ആക്രമണത്തിന് പിന്നിൽ ജെയ്ഷെ മുഹമ്മദാണ്. കാർഗിൽ നടത്തിയ ആക്രമണത്തിൽ വിവിധ ഭീകരവാദ സംഘടനകൾ പ്രവർത്തിച്ചിരുന്നു ഭാരതത്തിന് എതിരായിട്ട്. അതോടൊപ്പം തന്നെ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം ഭീകരവാദ സംഘടനകൾ നിരന്തരമായ ആക്രമണം നടത്തിയിരുന്നു. ആ ആക്രമണത്തിനൊക്കെയും പിന്നണിയിൽ പാകിസ്ഥാനായിരുന്നു. മഞ്ഞുകാലത്ത് ഈ ഭീകരവാദികളെ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് കടത്തിവിടുകയും ഇന്ത്യക്കകത്ത് കാശ്മീർ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള നിരവധിയായിട്ടുള്ള ആക്രമണങ്ങളാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിൽ ഒരു ഭീകരവാദ രാഷ്ട്രമാണ് പാകിസ്ഥാൻ ഏറ്റവും അധികം തലവേദന ഉണ്ടാക്കിയതും ഇന്ത്യക്കെതിരെയാണ്. ഇപ്പോഴത്തെ റിപ്പോർട്ട് പ്രകാരം പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഇറാനേക്കാളുമൊക്കെ ഭീകരവാദ രാജ്യമാണ്. വളരെയധികം അപകടകരമായ രാജ്യമാണ് പാകിസ്ഥാൻ എന്നാണ് അമേരിക്ക പറയുന്നത്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും പാകിസ്ഥാനെതിരെ അതിശക്തമായ ആക്രമണം തന്നെ ഇനി ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെയുള്ള ഒരു ഭീകരവാദ രാജ്യമായ
പാകിസ്ഥാനാണ് അങ്ങ് പാലസ്തീനിൽ സമാധാനം ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നത്, ഹമാസിനെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ഇനി ഇറാൻ്റെ കാര്യമെടുത്താലോ, ഇറാനിൽ ചെന്ന ഒരു സമാധാനം ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നത് ഈ ഭീകരവാദ രാജ്യമാണ്. ഇറാനെതിരെ പാകിസ്ഥാന് യുദ്ധം ചെയ്യുവാൻ വേണ്ടിയിട്ട് സാധിക്കാത്ത ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സമാധാന ശ്രമവുമായിട്ട് എത്തിയിരിക്കുന്നത്. അതായത് ഇറാനൊപ്പം പാകിസ്ഥാൻ ആഗ്രഹിച്ചെങ്കിൽ കൂടി നിന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അമേരിക്ക പാകിസ്ഥാനെ നേരിട്ട് ആക്രമിക്കുമോ എന്ന് ഭയമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ അടങ്ങി ഒതുങ്ങി പാകിസ്ഥാൻ നിന്നത്. എന്നാൽ ഇപ്പോൾ ഗത്യന്തരമില്ലാതെ പാകിസ്ഥാൻ ഒരു മധ്യസ്ഥൻ്റെ റോളിലെത്താമെന്ന് പറഞ്ഞുകൊണ്ട് ഈ മേഖലയിലേക്ക് എത്തി. കുറച്ച് എണ്ണയൊക്കെ അടിച്ചു മാറ്റാമെന്ന് വിചാരിച്ചാണ് പാകിസ്ഥാൻ ഇവിടെ എത്തിയത്. കാരണം എണ്ണ കാശ് കൊടുത്ത് വാങ്ങുവാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ ആകുന്നില്ല. അതോടൊപ്പം തന്നെ നയതന്ത്ര ചാനലിൽ ഒരു നയതന്ത്ര ചർച്ചയൊക്കെ നടത്തിയിട്ട് തങ്ങളുടെ എണ്ണ അതുവഴി കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടും പാകിസ്ഥാന് കഴിയുന്നില്ല. പാകിസ്ഥാൻ അതുവഴി എണ്ണ കൊണ്ടുവരികയാണെങ്കിൽ, LPG കൊണ്ടുവരികയാണെങ്കിൽ 20 ലക്ഷം രൂപ ഒരു കപ്പലിന് വെച്ച് ഇറാന് നൽകേണ്ടി വരും. പാകിസ്ഥാൻ നേരത്തെയും ഇത്തരത്തിലുള്ള ഒരു നെഗോഷിയേറ്ററായിട്ട് നിന്നുകൊണ്ട്, മധ്യസ്ഥരായിട്ട് നിന്നുകൊണ്ട് കാശ് ഉണ്ടാക്കുന്ന പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പാകിസ്ഥാനെ ഒരു ബ്രോക്കർ രാജ്യമെന്ന് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയായ S ജയശങ്കർ അതുകൊണ്ടാണ് പാകിസ്ഥാനെ ഒരു ബ്രോക്കർ രാജ്യമെന്ന് വിളിച്ചത്. അത്തരത്തിൽ പാകിസ്ഥാൻ ഈ രീതിയിൽ മധ്യസ്ഥം നിന്നുകൊണ്ട് പല കാര്യങ്ങളും ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഭീകരവാദ രാജ്യത്തിനെതിരെ ഇത്തരത്തിലുള്ളൊരു ശക്തമായ ആക്രമണം തന്നെ ഇപ്പോൾ വേണം എന്നതാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഇന്ത്യയുടെയും ആവശ്യം. കാരണം ഈ രാജ്യം ഈ രീതിയിൽ ഭീകരമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഭാരതത്തിനും ലോകത്തിനും അത് വലിയ ദോഷമാണ്. പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണെങ്കിൽ അതീവ ഗുരുതരവുമാണ്. കാരണം വാങ്ങിയ കടം തന്നെ തിരിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ട് കയ്യിൽ കാശില്ല. IMF ഇനി പാകിസ്ഥാന് ലോൺ കൊടുക്കില്ല. അതോടൊപ്പം തന്നെ പാകിസ്ഥാനെ ഒരു ടോയ്ലറ്റ് പേപ്പർ പോലെ അമേരിക്ക വലിച്ചെറിഞ്ഞു. ഇനി ഇതാ ഭീകരവാദ രാജ്യമെന്ന് മുദ്ര കുത്തിയിരിക്കുന്നു. ടോയ്ലറ്റ് പേപ്പർ പോലെ അമേരിക്ക പാകിസ്ഥാനെ വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞത് ഖ്വാജ ആസിഫ് എന്ന അവിടുത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രി തന്നെയാണ്. 1980-കളിൽ ഈ ഭീകരവാദികളെ ഇളക്കി വിടുവാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സഹായം ചെയ്തതും അമേരിക്കയ്ക്ക് വേണ്ടിയാണ് പാകിസ്ഥാൻ. അതായത് പാകിസ്ഥാൻ അമേരിക്കയെ സഹായിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ഭീകരവാദികളെ ആദ്യം സപ്പോർട്ട് ചെയ്യുന്നത്. അതിനെ നമുക്ക് മാറ്റി നിർത്തുവാൻ കഴിയില്ല. കാരണം 1980-കളിൽ സോവിയറ്റ് യൂണിയനെ അവിടെ നിന്ന് പുറത്തേക്ക് കടത്തുവാൻ വേണ്ടിയിട്ട് അവിടുത്തെ രാജാവായ അഫ്ഗാൻ രാജാവിനെതിരെ പാകിസ്ഥാൻ നടത്തിയ നീക്കത്തിൽ, അത് പാകിസ്ഥാനോടൊപ്പം അമേരിക്കയും പാകിസ്ഥാനും സംയുക്തമായി നടത്തിയ നീക്കത്തിൽ നിന്നാണ് അവിടെ അൽ ഖ്വയ്ദ എന്ന് പറയുന്ന ഒരു ഭീകരവാദ സംഘടന രൂപം കൊണ്ടത്. അങ്ങനെ ഒരു ഭീകരവാദ സംഘടനയുടെ പിന്നിൽ പ്രവർത്തിച്ചത് പാകിസ്ഥാനായിരുന്നു. അതോടൊപ്പം തന്നെ താലിബാൻ അതോട് ബന്ധപ്പെടുത്തിയാണ് അവിടെ രൂപീകൃതമാകുന്നത്. ആ താലിബാൻ തന്നെ പിന്നീട് അമേരിക്കയ്ക്കെതിരെ നീങ്ങുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടായി. അമേരിക്ക താലിബാനെതിരെ നിരന്തരമായ ആക്രമണം 2000-കളിൽ നടത്തുകയുണ്ടായി. അതിന് ഈ താലിബാനെതിരെ നീങ്ങിയതും അമേരിക്കയ്ക്ക് പിന്തുണ കൊടുത്തതും പാകിസ്ഥാനായിരുന്നു. പക്ഷേ അതിനുവേണ്ടി പാകിസ്ഥാന് നിരവധിയായിട്ടുള്ള ജീവനുകൾ നഷ്ടപ്പെടുത്തേണ്ടി വന്നു. അതോടൊപ്പം തന്നെ അഫ്ഗാനിസ്ഥാൻ ബേസ് ചെയ്തിട്ടായിരുന്നു താലിബാൻ നിലനിന്നിരുന്നത്. എങ്കിലും ഈ താലിബാനെ വളരെയധികം പാകിസ്ഥാൻ ഒരു സമയത്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഒസാമ ബിൻ ലാദനെ തീറ്റിപ്പോറ്റി വളർത്തിയതും പാകിസ്ഥാനായിരുന്നു. പക്ഷേ ഇതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് അമേരിക്ക വീണ്ടും പാകിസ്ഥാന് ചെറിയ സഹായമൊക്കെ ചെയ്തിരുന്നു. പക്ഷേ പാകിസ്ഥാൻ ഈ ഒരു ഭീകരവാദ രാജ്യമാണ് എന്ന് അമേരിക്കയ്ക്ക് തന്നെ നല്ല ഉറപ്പുണ്ടായിരുന്നു. ഇതിനിടയിൽ ചൈന പാകിസ്ഥാനെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് വന്നു. പക്ഷേ ചൈനയ്ക്കും ഇപ്പോൾ മതിയായ ഒരു ഘട്ടമാണ്. അതായത് ഗ്വാദർ പോർട്ട് പരിഷ്കരിക്കുവാൻ വേണ്ടിയിട്ടൊക്കെ ചൈന വളരെയധികം കൈ അയച്ച് സഹായിച്ചു. അതോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള ഡാമുകൾ നിർമ്മിക്കുവാൻ വേണ്ടിയിട്ട് ചൈന കൈയച്ച് സഹായിച്ചു. പക്ഷേ ചൈനീസ് പൗരന്മാർ ഇത്തരം നിർമ്മാണങ്ങൾ അവിടെ നടത്തുവാൻ പോകുമ്പോൾ ഭീകരവാദികൾ ഈ ചൈനീസ് പൗരന്മാർക്ക് നേരെ നിരന്തരം ആക്രമണം നടത്തുകയും അവരെ കൊല്ലുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് ചൈന തന്നെ പറഞ്ഞത്, ബെൽറ്റ് റോഡ് ഇനിഷ്യേറ്റീവിൽ പാകിസ്ഥാൻ പങ്കാളിയായില്ലെങ്കിലും വേണ്ടില്ല, കുഴപ്പമില്ല, കാരണം ഇനി പാകിസ്ഥാനിലേക്ക് വരാൻ ഞങ്ങളില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കൈ ഒഴുകിയായിരുന്നു ചൈന ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രമിക്കുന്നത് ഭാരതത്തിലേക്ക് കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടിയാൽ എന്ത് എന്നുള്ളതാണ്. കാരണം ഭാരതത്തിൻ്റെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതികളുടെ ഭാഗമാകുവാൻ വേണ്ടിയിട്ട് ചൈന ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ചൈനയുടെ ഉൽപ്പന്നങ്ങൾ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലേക്കും ഭാരതത്തിൽ നിന്ന് കയറ്റി അയക്കുവാൻ വേണ്ടിയിട്ട് ചൈന ആഗ്രഹിക്കുന്നു. കാരണം നേരിട്ട് ചൈന ഈ
സാധനങ്ങൾ കയറ്റി അയച്ചാൽ പല രാജ്യങ്ങളും അക്സെപ്റ്റ് ചെയ്തില്ല. അങ്ങനെ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത ചൈന കൂടി ഇപ്പോൾ ഭാരതത്തിനൊപ്പം, അതായത് ഭാരതത്തെ എതിർത്ത ചൈന കൂടി ഭാരതത്തിനൊപ്പം ചേരുകയാണ്. ഇനി അടുത്ത പാകിസ്ഥാൻ്റെ പദ്ധതി എന്ന് പറയുന്നത് ബംഗ്ലാദേശിനെ ഒപ്പം കൂട്ടിക്കൊണ്ട് ഭാരതത്തിനെതിരെയുള്ള വലിയ ശക്തമായ ഒരു പോരാട്ടം നടത്തുവാനായിരുന്നു. അതിനുവേണ്ടി അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ വലിയ രീതിയിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് ഭാരതത്തിനെതിരെ ആക്രമണം നടത്തുവാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ ശ്രമം നടത്തി. പക്ഷേ ആ ജമാഅത്തെ ഇസ്ലാമിയെ ബംഗ്ലാദേശ് തന്നെ തള്ളിക്കളയുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് ഏകദേശം ഒരു മാസത്തോളം വലിയ പ്രക്ഷോഭങ്ങളാണ് ഇന്ത്യക്കെതിരെ ഉയർത്തിവിട്ടത്. അവിടുത്തെ ഹിന്ദുക്കൾക്ക് നേരെ അതിശക്തമായ ആക്രമണം നടത്തി നിരവധി പേരെ കൊന്നു. ഓരോ പകലുകളും ആ ഹിന്ദുക്കൾ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ അവരുടെ ഇടയിൽ നിന്നുള്ള ആൾക്കാരുടെ ഒരു മരണവാർത്ത അവിടുത്തെ ഹിന്ദുക്കൾ അറിയേണ്ട ഒരു സാഹചര്യം തന്നെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നിരന്തരം അപകടകരമായൊരു സാഹചര്യത്തിൽ കൂടി അവിടുത്തെ ഹിന്ദുക്കൾ കടന്നു പോയിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് അവിടെ ഇലക്ഷൻ വരികയും BNP അധികാരത്തിൽ വരികയും ചെയ്തു. ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ പാകിസ്ഥാൻ്റെ ആ പദ്ധതിയും പൊളിഞ്ഞു. കാരണം ഇതിനോട് മുമ്പ് തന്നെ ബംഗ്ലാദേശിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആക്രമണം നടത്തുവാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ പദ്ധതിയിട്ടു. ആ പദ്ധതിയും പൊളിഞ്ഞു. അങ്ങനെ അടിമുടി തകർന്ന പാകിസ്ഥാൻ ഇപ്പോൾ കടക്കെണിയിലുമായിരിക്കുകയാണ്. എണ്ണ വാങ്ങുവാനും കാശില്ല. പാകിസ്ഥാനിൽ ആഭ്യന്തരമായിട്ടും കലാപത്തിന് തുടക്കം കുറിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ജനത. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ ഒരു രീതിയിൽ അമേരിക്ക കൂടി ഇങ്ങനൊരു റിപ്പോർട്ട് പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും പാകിസ്ഥാനെതിരെ ഒരു മിന്നൽ ആക്രമണം ഏത് നിമിഷവും ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.